പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 3 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ
ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വലിയ വലിയ കാര്യങ്ങളില്ലേ, വലിയ വലിയ കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ചെയ്യാനുള്ളതല്ലെന്ന് വിശദീകരിച്ച് തരാം. അതായത് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കണം അത് നമ്മൾ ചെയ്യാനുള്ളതാണ് അല്ലെന്ന്. അത് നിങ്ങൾ ഇച്ചിരി നാട്ടുഭാഷയില്ലേ, അത് നിങ്ങളെ കൂട്ടിയാൽ കൂടത്തില്ലെന്ന് പറയും. അതുപോലുള്ള വിഷയങ്ങളാണ് ചില വിഷയങ്ങൾ. അപ്പം അത് അതേപോലെ അമ്മ കുറേ അധികം ധ്യാനിച്ച് അമ്മയ്ക്ക് കിട്ടിയൊരു കൺക്ലൂഷനാണത്. എന്താണ്? വലിയ കാര്യങ്ങളാണെങ്കിൽ അത് ശക്തനായവൻ ചെയ്യേണ്ടതാണെന്ന്. അതാണ് അമ്മ പറയണത്. ശക്തനായവൻ എനിക്ക് അപ്പം നീ ഇപ്പം അനുഭവിക്കുന്ന കാര്യം വലുതാണെങ്കിലേ ഞാനെന്ത് ചെയ്യും. എൻ്റെ അപ്പനൊരു പരിപാടി ഉണ്ടായി. എൻ്റെ അപ്പനെ അത് കോമഡിയോട് പറയുകയല്ല, ഞാൻ കണ്ടതാണ്. ചില ദിവസങ്ങളിലൊക്കെ അപ്പൻ ഈ വിരലുണ്ടല്ല, ഇത് ഇങ്ങനെ ഇട്ടേണ്ടത് ഇങ്ങനെ ഈ മുൻപല്ലേ അടുത്ത പലരും ഒരടിച്ചിട്ട് തള്ള വല്ലതും കൊണ്ട് ഇങ്ങനെ വട്ടം വരക്കും, നിൽക്കണ വട്ടം ചെയ്യുന്നുണ്ട്. എനിക്കന്നൊരു 5 വയസ്സേ ഉള്ളു. അപ്പൻ എന്നിട്ട് പറയും, വേറെ എന്താ ചെയ്യുക. എന്തെങ്കിലും ഒരു അൽക്കുലത്ത് വിഷയം ഉണ്ടായി കഴിയുമ്പോഴാണ് അപ്പൻ ഇങ്ങനെ പറയും എന്താ ചെയ്യുക. ഇപ്പം എനിക്ക് പിന്നീട് വലുതായപ്പോഴേ അപ്പൻ്റെ ഈ ഒരു അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വട്ടം വരക്കാൻ ഒക്കെ ഒന്നും പോയിട്ടില്ല. അതിൻ്റെ കാരണം അപ്പനെ ഉണ്ടായതിനെ കൂടുതലും ദിവ്യകാരുണ്യ ബന്ധം എനിക്കുണ്ടായിരുന്നു. അമ്മ കൂടെ നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യ ബന്ധത്തിന് ഭയങ്കര മിഴിവാണ്. നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് അമ്മയുമായിട്ട് പോകുമ്പോഴാണ് ദിവ്യകാരുണ്യ ഒരുതരം കെട്ടിലായ അവസ്ഥ വരും. ദിവ്യകാരുണ്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പാടല്ലേ. കർത്താവ് എന്തോ ഒരു പെയിനെടുത്ത് ദിവ്യകാരുണ്യത്തിലായിരിക്കുന്നതിൻ്റെ പേരിൽ ഈശോയ്ക്ക് ഭയങ്കര മുതൽമുടക്കത്തിൽ ലൈഫ് ഈ കുരിശു മരണ പീഡാനുഭവങ്ങളില്ലേ, അതിനുശേഷം ദിവ്യകാരുണ്യം ആകണത് ഈശോ. അപ്പോൾ വല്ലവരുമൊക്കെ വല്ലതും പറഞ്ഞുകൊണ്ട് ചെന്നാലൊന്നും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ദിവ്യകാരുണ്യത്തെ അങ്ങനെ അപ്രോച്ചബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. കാരുണ്യ അപ്രോച്ച് വെച്ചാൽ ദിവ്യകാരുണ്യ പ്രോസസ്സിലേക്ക് ഈശോ വരുന്നതിന് മുമ്പ് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേണ്ടത് ആവശ്യം. ഭൂമിയിലെ മഹത്വമാണ് ദിവ്യകാരുണ്യം എന്ന് പറയണത്. സ്വർഗത്തിലെ മഹത്വം പോലെ ഭൂമിക്കും ഈ പാഷൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ 2 മഹത്വങ്ങളുണ്ട്, മഹത്വ സാന്നിധ്യങ്ങളുണ്ടാക്കി. ഒന്ന് നമ്മുടെ കൂടെയുള്ള മഹത്വ സാന്നിധ്യം, രണ്ടാമത്തത് സ്വർഗത്തിലുള്ള മഹത്വ സാന്നിധ്യം. ലൂക്ക 24:26 ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. അപ്പൊ അത് ഈ ദിവ്യകാരുണ്യത്തിന്റെ ഒരു കാലാവസ്ഥയിലാണ് ഈ വെളിപാട് വരണത്. ഈശോ അതിനുള്ളിൽ എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യമായി മാറിയല്ല. എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യം ആദ്യം അനുഭവിച്ചവരല്ലേ പിന്നീട് അവർ നിരാശപ്പെട്ട് തിരിച്ചു പോയ എമ്മാവൂസിലേക്ക് പോയ ആൾക്കാർ തിരിച്ചു പോണത്. അപ്പം ദിവ്യകാരുണ്യത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. തിരിച്ച് താൻ ഏത് വിഷയത്തിനാണ് വെച്ചാണോ തിരിച്ചു പോകുന്നത്, വേദനിച്ചും നിരാശപ്പെട്ടും പോകുന്നത്, അത്യാവശ്യത്തോടെ അതിലേക്ക് തിരിച്ചു വിടുന്ന ദിവ്യകാരുണ്യമാണ്. അപ്പം മുറിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു പോലെയുള്ള അവസ്ഥ, അവിടെ നിന്നാണ് നമ്മൾ ദിവ്യകാരുണ്യം ആരംഭിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് അറിയേണ്ട
ആവശ്യമായെന്ന് പറയുമ്പോൾ നമുക്ക് മിശിഹായുടെ സഹനത്തിലൂടെ 2 മഹത്വ സാന്നിധ്യം കിട്ടി. ഒന്ന് സ്വർഗത്തിലുള്ള കർത്താവിൻ്റെ മഹത്വം, ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വം. അതാണ് ഇപ്പോൾ ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വമാണ് ദിവ്യകാരുണ്യം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ഏത് സമയത്തും പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പോകാൻ അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തെ ദിവ്യകാരുണ്യത്തിൽ ഇത് ആർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് ദിവ്യകാരുണ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വിളക്ക് വെളിച്ചുകൊണ്ട് മുട്ടുകുത്താവുന്നത് അതൊക്കെ സ്വാഭാവിക അനുഷ്ഠാന രീതികളാണ്. മറിച്ച് ആ ദിവ്യകാരുണ്യത്തിലുള്ള ആത്മബന്ധവും സത്താപരമായ ഷെയർ, പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതുപോലെ തന്നെ പങ്കാളിത്ത സാന്നിധ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യം ചെയ്യേണ്ടി വരും. അല്ലാതെ വികാരനാണല്ലോ അവിടെ ഇരിക്കണമെന്നാൽ മുട്ടുകുത്തിയേക്കാമെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പങ്കാളിത്തം, നമുക്കൊരു ദൈവ ആരാധന കിട്ടും, നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കും. പക്ഷെ പങ്കാളിത്ത സാന്നിധ്യം എന്ന് പറയണത് വേറെയാണ്. ദിവ്യകാരുണ്യം ഭാഗിച്ച് വീതിച്ചിട്ട് ഇത് എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞില്ലേ? അപ്പം പങ്കാളിത്ത സാന്നിധ്യത്തിന് ദിവ്യകാരുണ്യത്തിന് ഭയങ്കര വിലയാണ്. അപ്പം പങ്കാളിത്ത സാന്നിധ്യം എങ്ങനെ ഉണ്ടാകാനാണ്? ഈ മിശിഹായെ ദിവ്യകാരുണ്യം മുറിച്ച് കഴിയുമ്പോൾ സഭ ഒരു വല്ലാത്തൊരു വലിയ കാര്യം പറയും. അതാണ് അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അതെന്താ പറയണത്? വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാമെന്ന് പറയും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കും. വായിക്കിടക്കുന്ന ആക്കുകൊണ്ട് മരണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടത്തില്ല. മരണം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിൽ ഉണ്ടായിട്ട് നമ്മളത് വിശ്വാസപൂർവ്വം അംഗീകരിക്കണം. അല്ലാതെ പുസ്തകത്തിൽ കുർബാനത്തിൻ്റെ കുർബാന സഹായിയെ കൊണ്ട് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടത്തില്ല. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്തറിഞ്ഞിട്ടാണ് നീ അത് പറയണത്? ദിവ്യകാരുണ്യത്തിൽ പങ്കാളിത്ത സാന്നിധ്യമാണ്. ഇത് വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞു, എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. എടുത്ത് ഭക്ഷിക്കാൻ ഈശോ നേരിട്ട് പറഞ്ഞിട്ടില്ല. ഇതില്ലേ, വാങ്ങി ഭക്ഷിക്കുകയാണ് അതിൻ്റെ എമ്മാവുസിൽ സംഭവിക്കുന്നതും അന്ത്യത്താരും സംഭവിക്കുന്നതും. പങ്കാളിത്തമാണ്. ആ ഭക്ഷിക്കുന്നവനും ആ മുറിവിൽ പങ്കെടുക്കണം. അപ്പം അതിൻ്റെ അകത്ത് വേണം മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. മരണത്തെ പ്രഖ്യാപിക്കാൻ അന്തസ്സോടെ മരണത്തെ പ്രഖ്യാപിക്കാൻ കഴിയണം. ജീവിതത്തിൽ മുറിവും മരണമൊക്കെ ഉണ്ടാകും. അത് അന്തസ്സോടെ ദൈവഹിതമാണ്, ദൈവ പദ്ധതിയാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മരണമാണ് ഇതിലൂടെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന കാര്യം കർത്താവിന് മനസ്സിലാകണം. ഈസ് പ്രൊക്ലെയിം മൈ ഡെത്ത്. പിന്നെന്താ രണ്ടാമത്തത്? ഉയർപ്പിൽ വിശ്വസിക്കുന്നു. മരണത്തെ പ്രഖ്യാപിക്കുന്ന നിരാശയില്ലാത്ത എന്താ? ഉയർപ്പിൽ പങ്കാളിയാകുമെന്നാണ്. ഉയർപ്പിൽ പങ്കാളിയാകുകയാണ് നമ്മൾ. ഇവിടെയും പങ്കാളിത്തമാണ്. പങ്കാളിത്ത ഉയർപ്പാണത്. പിന്നെന്താണ്? വരവ് കാത്തിരിക്കുകയാണ്. അല്ല എല്ലാം ശരിയാവുമെന്ന് പറയുകയല്ല. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനെ മോഹിപ്പിക്കുന്നൊരു വിഷയമില്ലേ? അതല്ല. എല്ലാം ശരിയാകുന്നൊരു സമയമുണ്ട്. എപ്പോഴാണ്? വരവ് കാത്തിരിക്കുമ്പോൾ, അവൻ്റെ വരവിനെ വരവേൽക്കുമ്പോൾ അതെല്ലാം ശരിയാണ്. അപ്പം അവൻ ജീവിതത്തിൻ്റെ ഒരു ഉമ്മാക്കിക്കും നിന്ന് കൊടുക്കത്തില്ല. അതിനെതിരെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ചെറുത്ത് നിൽക്കാം. ഇവനാണ് ദിവ്യകാരുണ്യത്തിൽ വന്ന് മുട്ടുകുത്തേണ്ടത്. ഇതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാത്തതും കാലം എന്നെപ്പോലുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റണത്? അമ്മയും കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ഒറ്റയ്ക്ക് നടന്ന് ദിവ്യകാരുണ്യത്തിൽ പോണത് അമ്മയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണത് തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഞാനെപ്പോഴും ദിവ്യകാരുണ്യത്തിൽ ഇരുന്നുകൊണ്ട് കൊന്തേലണ ആളാണ്. ദിവ്യകാരുണ്യത്തിൽ ഇരുന്നിട്ട് കൊന്തേലണത് ഒരുപക്ഷെ ചിലർക്കത് മനസ്സാവത്തില്ല. പക്ഷെ അതെന്താ സംഭവം? കാനായിൽ ദിവ്യകാരുണ്യം ആദ്യം ചൊരിഞ്ഞപ്പോൾ അമ്മയായിരുന്നു അതിൻ്റെ പ്രൊമൾഗേറ്റർ. അതിലേക്ക് എത്തിച്ചില്ലേ? ദിവ്യകാരുണ്യത്തിലേക്ക് എത്തിച്ചത് ആരാ? അപ്പം അമ്മയെ വിളിച്ചോണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്ന് നിസ്സാര കാര്യമില്ല. എൻ്റെ ദൈവവേദനെ നീ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യത്തിൽ നിൽക്കുമ്പോഴേക്ക് പോകുമ്പോൾ അമ്മയും വിളിച്ചുകൊണ്ട് പോകണം. അമ്മയെ നീ എവിടെ വിളിച്ചാലും വരത്തില്ലെങ്കിലും ദിവ്യകാരുണ്യത്തേക്ക് വിളിക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും വരും. കാര്യം അമ്മയുടെ ഇഷ്ടവും ഈശോയുടെ ഇഷ്ടവും എല്ലാം അവിടെ, നിൻ്റെ ഇഷ്ടവും എല്ലാം ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ്. നീ അമ്മയിലൂടെ യേശുവിലേക്ക് വളരട്ടെ.